നിങ്ങളൊരു 35-നും 45-നും ഇടയ്ക്ക് പ്രായമുള്ളൊരു സ്ത്രീയാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്, പെട്ടെന്ന് സങ്കടം വരുന്നുണ്ട്, ഭയങ്കര ഓവർ തിങ്കിങ് ഉണ്ട്, ഭയങ്കര ടെൻഷനുണ്ട്, വീട്ടിലും നാട്ടിലും ആളുകളുടെ ഇടയിലും ഒന്നും ഒരു വിലയില്ല എന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അസുഖത്തിൻ്റെ പേരാണ് പെരിമെനോപോസൽ സിൻഡ്രോം അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് പെരിമെനോപോസൽ അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം? നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട, ഐ റിപ്പീറ്റ്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു അസുഖമാണ് പെരിമെനോപോസൽ സിൻഡ്രോം എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ നമ്മുടെ വീടുകളിൽ ആരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറേ ഇല്ല. അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, നമ്മുടെ വീടുകളിലെ സ്ത്രീകൾ പോലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറോ അവർ ബോധേഡാവാറോ ചെയ്യാറില്ല. അപ്പോൾ എന്താണ് പെരിമെനോപോസൽ സിൻഡ്രോം എന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരു 35-40 വയസ്സ്, ഞാൻ സ്ത്രീകളുടെ കാര്യം മാത്രമാണ് പറയുന്നത്, ഒരു 35-40 വയസ്സൊക്കെ ആവുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിനകത്തെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന 2 ഹോർമോൺസിന് ഭയങ്കരമായ ഡ്രാസ്റ്റിക് വേരിയേഷൻസ് സംഭവിക്കുക. എസ്പെഷ്യലി ഈസ്ട്രജൻ്റെ അളവ് കുറഞ്ഞു പോകും. അതിൻ്റെ കൂടെ കുറച്ച് വണ്ണമൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവും കൂടുതലായിരിക്കും. ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓൾറെഡി ഈസ്ട്രജൻ കുറവായിരിക്കും. പക്ഷേ ഈ ഇൻസുലിൻ കൂടി നിൽക്കുന്നത് കൊണ്ട് ഈ എല്ലാവരുടെയും ശരീരത്തിൽ ആദ്യം ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടായിട്ട് അതാണ് പിന്നീട് ഈസ്ട്രജനായി മാറുന്നത്. സ്ത്രീകളുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഇൻസുലിൻ കൂടി നിൽക്കുമ്പോൾ ഈ ഇൻസുലിൻ എന്ത് ചെയ്യും? ഈ ടെസ്റ്റോസ്റ്ററോൺ ഈസ്ട്രജൻ ആവുന്ന പ്രോസസ്സിനെ ഒരുപാട് അങ്ങ് തടസ്സപ്പെടുത്തും. അപ്പോൾ എന്ത് പറ്റും? ഓൾറെഡി ഈസ്ട്രജൻ കുറവാണ്, അതിൻ്റെ കൂടെ ഉണ്ടാവേണ്ട ഈസ്ട്രജൻ പോലും ഉണ്ടാവുന്നില്ല, ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ കൂടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി ഒരു PCOD ഉണ്ടായ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഗർഭിണിയായിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ആ പ്രശ്നം എല്ലാം ഉണ്ടാവും. എന്തൊക്കെയാണ് PCOSന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? അതിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ. ഇപ്പം ശരീരത്തിന് ഭയങ്കരമായിട്ട് ചൂടുണ്ടാവുക, ശരീരത്തിന് ഭയങ്കര ക്ഷീണം വരിക, ശരീരം ഭയങ്കരമായിട്ട് നീര് വെക്കുക, വണ്ണം വെക്കുക, നെഞ്ചിടിപ്പ് വരിക, അതുപോലെ എപ്പോഴും ഭയങ്കര ഫറ്റീഗായിരിക്കും, ഭയങ്കര ക്ഷീണമായിരിക്കും, അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുക, മുടി കൊഴിച്ചിൽ വരിക, മൊത്തത്തിൽ നിങ്ങളങ്ങ് എന്താ പറയുന്നത്, ഒരു കോലം കെട്ടുകയെന്ന് പറയത്തില്ലേ, ആ ഒരു ഫീലിങ്ങിനോട്ട് വരും. രണ്ടാമത്തേതെന്ന് പറയുന്നത് മെൻ്റൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. അതാണ് ഇതിൽ ഏറ്റവും ഭയാനകമായത്. അതായത് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, കോൺസെൻട്രേഷൻ കുറയും, നിങ്ങൾക്ക് ശരിക്കും ജോലി ചെയ്യാൻ പറ്റത്തില്ല, റിലേഷൻഷിപ്സ് മോശമാവും, നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കര മോശമാവും, ഉറക്കത്തിന് പ്രശ്നം വരും. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ഒരു ഡിപ്രഷനിലേക്ക് പോകും. മൂന്നാമത്തേതെന്ന് പറയുന്നത് എൻഡോക്രൈൻ മാനിഫെസ്റ്റേഷൻസ് ആണ്. അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഈ ഹോർമോണൽ ചേഞ്ചസ് ഈ പ്രായത്തിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എൻഡോക്രൈൻ അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഈ സമയത്താണ്. പ്രത്യേകിച്ചും ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലെപ്പിഡീമിയ, അതുപോലെ തന്നെ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന കാര്യം ഷുഗറാണ്, അതുപോലെ തൈറോയിഡിൻ്റെ പ്രശ്നം. ഇതൊക്കെ സ്ത്രീകളിൽ ആദ്യം പുറത്തു വരും ഈ സമയത്തായിരിക്കും. സോ ഇതെല്ലാം നമുക്ക് മെഡിക്കലി മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മരുന്ന് മാത്രമല്ല. ഞാൻ എൻ്റെ അടുക്ക വരുന്ന എല്ലാ PMS ഉള്ള പേഷ്യൻസിനോടും പറയാറുള്ളതാണ്, നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ വീട്ടിനകത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. 70% ചികിത്സയും നമ്മുടെ കൂടെ, നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന ആളുകൾ വേണം നമുക്ക് ചെയ്തു തരാൻ. ബാക്കി 20% എന്ന് പറയുന്ന മരുന്നും 10% എന്ന് പറയുന്നത് നിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങളുമാണ്. അപ്പം നമുക്ക് ആദ്യം 70% തുടങ്ങാം. എന്താണ് ഈ 70%? അതായത് നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ളൊരു ഡോക്ടറെ കണ്ടെത്തുക. എന്നിട്ട് നിങ്ങളുടെ വീട്ടിനുള്ളിൽ, അതായത് റിപ്പീറ്റ്, നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ വീട്ടിനുള്ളിൽ ആരൊക്കെയുണ്ടോ അവരെ എല്ലാം വിളിച്ചുകൊണ്ട് ആ ഡോക്ടറെ കാണാൻ പോയിട്ട് എന്താണ് ഈ പെരിമെനോപോസൽ സിൻഡ്രോം അല്ലെ പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം എന്ന് നിങ്ങളുടെ വീട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നാളെ നിങ്ങൾ PMSൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കുഞ്ഞിനോട് ദേഷ്യപ്പെടുക. അപ്പം ആ കുഞ്ഞ് മനസ്സിലാക്കും, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഡോക്ടർ അങ്കിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അമ്മയല്ല ഇത് ചെയ്യുന്നത് എന്ന് ആ കുഞ്ഞിന് ബോധ്യം വരികയും ആ കുഞ്ഞ് തിരിച്ച് നിങ്ങളോട് ദേഷ്യപ്പെടാതിരിക്കുകയും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മോശമാവാതിരിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ PMS എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ലൈഫിലെ ഒരു ഫേസ് മാത്രമാണ്. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും. പക്ഷേ ആ 4-5 വർഷം കൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുട്ടികളും അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മോശമാവും. ആ മോശമാകുന്നത് ഭാവിയിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ലൈഫിനെ അഫക്റ്റ് ചെയ്യും. സോ മേക്ക് ഷുവർ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഉള്ളവർക്ക് ഈ അവസ്ഥയെക്കുറിച്ച് അറിയാതെ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഒരു ട്രെയിൻഡ് മെഡിക്കൽ പ്രൊഫഷണലിനെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവരെ അതിന് അവബോധമുള്ളവരാക്കി മാറ്റുക. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ, ഈ PMS ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് വരും. ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ D3 കുറയും, കാൽസ്യം കുറയും, മഗ്നീഷ്യം കുറയും, വൈറ്റമിൻ B12, ബയോട്ടിൻ, അങ്ങനെ കുറേ സാധനങ്ങൾ കുറയും. അത് കറക്റ്റായിട്ട് സപ്ലിമെൻറ്റ് ചെയ്യുക. ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പെരിമെനോപോസൽ, പോസ്റ്റ് മെനോപോസൽ പീരീഡിൽ ഏറ്റവും
അൺഅവോയ്ഡബിൾ. നിങ്ങൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും കഴിക്കേണ്ട സാധനമാണ് കാൽസ്യം, വൈറ്റമിൻ D3. ഒരു കാരണവശാലും അത് ഒഴിവാക്കരുത്. മഗ്നീഷ്യവും കഴിക്കാവുന്നതാണ്, ഫോളിക് ആസിഡും കഴിക്കാവുന്നതാണ്. ബാക്കി സാധനങ്ങൾ നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഡോക്ടറെ കൊണ്ട് കറക്റ്റായിട്ട് അത് മോണിറ്റർ ചെയ്ത് കറക്റ്റ് ചെയ്ത് പോവുക. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ബാക്കിയുള്ള എൻഡോക്രൈൻ ഡിസീസസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക. അതായത് തൈറോയ്ഡ് ഉണ്ടോ എന്ന് നോക്കുക, ഷുഗർ ഉണ്ടോ എന്ന് നോക്കുക, പ്രഷർ ഉണ്ടോ എന്ന് നോക്കുക, കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ചില ആൾക്കാർക്ക് വണ്ണമുള്ളവർക്ക് ഫാറ്റ് ലിവർ ഉണ്ടോ എന്നുകൂടെ നോക്കുക. അത് നോക്കിയിട്ട് അതും കറക്റ്റായി 3 മാസത്തിൽ മോണിറ്റർ ചെയ്ത് പോവുക. പിന്നെ അടുത്തത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് എക്സസൈസും ഡയറ്റും. ഈ എക്സസൈസും ഡയറ്റും കറക്റ്റായിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഉറപ്പായിട്ട് എഴുതി വെച്ചോ നിങ്ങൾക്ക് വണ്ണം വെക്കും. വണ്ണം വെക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പിന്നെ മോശമായിക്കൊണ്ടേയിരിക്കും. സോ എക്സസൈസ് ആൻഡ് ഡയറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാര്യം നിങ്ങൾ പെരിമെനോപോസൽ സിൻഡ്രത്തിന് മനസ്സിലാക്കുക. പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുക, നിങ്ങൾക്ക് ആവശ്യം എന്തൊക്കെയാണെന്ന് സംസാരിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുക. എന്നിട്ട് വീട്ടിലുള്ളവരെ ഇത് അവബോധമുള്ളവരാക്കി എടുക്കുക. ഇനി നമ്മളിങ്ങോട്ട് ഈ ചാനലിൽ ചെയ്യാൻ പോകുന്ന 2-3 വീഡിയോസും ഈ പെരിമെനോപോസൽ സിൻഡ്രത്തിനെ കുറിച്ചായിരിക്കും. അതിന് എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല, എന്ത് എക്സസൈസ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും. പക്ഷേ ഞാനിത് പറയുന്നതോ നിങ്ങളിത് കേൾക്കുന്നതിനേക്കാളും പ്രധാനം ഇത് നിങ്ങളുടെ വീട്ടിലുള്ളവരെ കേൾപ്പിക്കുക, അവരെ കൊണ്ട് മനസ്സിലാക്കിക്കുക. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതൊരു ഫേസ് മാത്രമാണ്. പക്ഷേ ഈ ഫേസ് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഭയങ്കര മോശമാകും. അങ്ങനെ മോശമായിരിക്കാൻ വേണ്ടി മേക്ക് ഷുവർ ഈ പെരിമെനോപോസൽ സിൻഡ്രത്തിനെ കുറിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഐഡിയ ഉണ്ടെന്ന്.